എല്ലാ സമയങ്ങളും വൈകുന്നേരം 10 വലിയ ആൾക്കാർ ഒന്നാമത്തെ മീറ്റിംഗ് മുതൽ എല്ലാ മീറ്റിങ്ങുകളും ഞങ്ങളുടെ പോലും അപ്പുറത്തുള്ള വലിയ തീരുമാനം ഒരുപാട് എല്ലാവരെയും എത്തിക്കണമെന്നല്ല. കോവിഡ് കാലത്തെ പാലിച്ചുകൊണ്ട് പരമാവധി ചുരുക്കണം നിശ്ചയമുണ്ട്. എല്ലാ എംപിയും ഓരോ ഘടകങ്ങളും ഇത്ര പേരെ കൊണ്ടുവന്ന മതി എന്ന് പറഞ്ഞു പരമാവധി എന്ന് ചുരുക്കാൻ വേണ്ടിയുള്ള കോട്ട നിശ്ചയിച്ചിട്ടുണ്ടായി. അതെല്ലാം അപ്പുറത്തേക്ക് ഈ ജാഥ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഈ ജാഥ കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ ശരിയാണ്. ഈ ജാഥ നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നമാണ്. കേന്ദ്രത്തിലെ ഗവൺമെന്റിനോടുള്ള ഇന്ത്യയുടെ ആവശ്യമാണ്. കേരളത്തിൽ UDF തുറന്ന രാഷ്ട്രീയ വാക്ക് നെറികടം അതുകൊണ്ടുള്ള പ്രതിഷേധവും ഈ ജനകൂട്ടമായി നെറികടന്ന വാക്ക് പറയാൻ കാരണം വാസ്തവത്തിൽ കോൺഗ്രസിന്റെ കാര്യം അത് ഗാന്ധി നെഹ്റു വിരുദ്ധമാണ് ആണെങ്കിൽ ഈ അളവിൽ കോൺഗ്രസ് BJPയുടെ എന്നാണ് കാണില്ല. വലിയ കാര്യമല്ലേ? പുതിയ കാലമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് BJPയുടെ വടകര കാലത്ത് അത് കേരളം കണ്ടത് ഇതെല്ലാം സത്യമാണ്. രാഷ്ട്രീയത്തിലെന്നല്ല. സംശയമുള്ള UDF സ്ഥാനത്ത് വായിക്കാൻ KG മലയാളം പുസ്തകം ശുപാർശ ചെയ്തു. ആ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നു എങ്ങനെയാണ് BJP കോൺഗ്രസ് വോട്ട് കൈമാറ്റം ചെയ്യുന്നത്. ഒരുപാട് പാഠം പഠിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഒന്നും പഠിച്ചിട്ടില്ല. ഇപ്പോഴും കോൺഗ്രസ് അതിലൂടെ UDF അതിൽ ലീഗ് അടക്കമുണ്ടെന്ന കാര്യം പ്രത്യേകം സംസാരിച്ചു. ആ UDF കൂടുതലായി BJPയുമായി അന്ധമായ അതിന് എന്ത് പാരമ്പര്യമല്ലേതായി അതിൽ കോൺഗ്രസിനെ ബാധിച്ച BJP ബാധകരാണെന്ന് BJP ബാധകേറ്റ കോൺഗ്രസ് നെഹ്റുവിനെ മറന്നിരിക്കുന്നു. BJP ബാധകേറ്റ കോൺഗ്രസ് ഗാന്ധിയെ പുല്ലുകളെ മറന്നിരിക്കുന്നു. BJP ബാധകേറ്റ് കോൺഗ്രസ് കുറഞ്ഞു തോന്നുന്നു. അതിനെ നയിക്കുന്നത് ആശയപരമായി ഇപ്പോൾ RSS ആശയങ്ങളാണ്. അതിനോട് UDFിലെ തന്നെ ചിന്തിക്കുന്ന ആളുകൾക്ക് അവകാശമുണ്ട്. ആ അവകാശത്തെ അവർ മറികടക്കാൻ വേണ്ടിയാണ് അവർ ഓരോ ഘട്ടങ്ങളിലും ഇപ്പോൾ ശ്രമിക്കുന്നത്. ഓരോ ദിവസവും കാണാം. അതിന് വാണിസി കാപ്പൻ രക്ഷിക്കാൻ പോകുന്നില്ല. NCPയിൽ നിന്ന് വാണിസി കാപ്പൻ കൊള്ളതിനെ പറ്റി വിശദീകരിക്കാൻ ജനം പോലും പ്രയാസപ്പെടരുത്. അത് വേറെ കാര്യമാണ്. അതുകൊണ്ടൊന്നും പരിഗണനമാകാത്തത്രയും അനാഥമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നിർമ്മിക്കുകയാണ്. ആ പ്രതിസന്ധി കോൺഗ്രസിന്റെ അവസരവാദപരമായ BJP വിധേയത്വം നിറഞ്ഞ RSSനോട് ആശയപരമായി ചിഹ്നാത്തം കൊടുക്കുന്ന നയങ്ങളുടെ പ്രധാനമായിട്ടാണ്. അത് കിട്ടാത്ത കാലം വരെയും ഈ ചെപ്പടി വെച്ചുകൊണ്ടൊന്നും കോൺഗ്രസിനും UDFിനും രക്ഷപ്പെടാൻ പറ്റില്ല. ഏറ്റവും ഒടുവിലായി അവർ ശ്രമിക്കുന്നത് ചെറുപ്പക്കാരുടെ വികാരങ്ങൾ മുതലാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ നേട്ടം ചെയ്യാൻ അതിൽ തീർച്ചയായും കോൺഗ്രസ് പരാജയം. ചെറുപ്പക്കാർ സത്യം മനസ്സിലാക്കും. UDFിന്റെ രാഷ്ട്രീയ വഞ്ചന അവർക്കറിയാം. UDF
UDF ആദ്യമായിട്ടല്ല ഇത്തരം നാടകം കിട്ടുന്നു. അത് പലപ്പോഴും ഭരിച്ച മുന്നണിയാണ്. അത് ഭരിച്ച കാലങ്ങളിൽ ഒന്നും കേരളത്തിലെ UDF കോൺഗ്രസും ലീഗും ചെറുപ്പക്കാരെ ഓർത്തിട്ടില്ല. PSC മുഖേന ഇത്രയും അധികം പേർക്ക് ഇതിൽ കൊടുത്ത LDF സർക്കാരിനെ അകാരണമായിട്ട് ആക്രമിക്കുന്ന കോൺഗ്രസും ലീഗും എല്ലാം പറയും. അവരുടെ ഭരണകാലത്ത് ഇപ്പോൾ അവർ കാണിക്കുന്ന ഈ വികാര ദുഃഖമുതൽ എവിടെയാണ്? ഈ സർക്കാരാണ് PSC മുഖേന ഏറ്റവും അധികം അവർക്ക് പണി കൊടുത്ത ഗവൺമെന്റ്. ആ സത്യം സംസ്ഥാനം കാണുന്നു. UDF ഭരണത്തിന്റെ അവസാന വർഷം UDF റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ചെറുപ്പക്കാരിൽ നിന്നും 5.69% പേർക്ക് മാത്രമാണ് ഉള്ളത്. 5.6. സമാനമായ കാലയളവിൽ ഈ കാലയളവിൽ LDF കൊടുത്തത് റാങ്ക് ലിസ്റ്റിലെ 31.56%. ഇത് വലിയ വ്യത്യാസമാണ്. 5.69 31.56 വ്യത്യാസമാണ് ഈ വിഷയത്തിലുള്ള LDF വ്യത്യാസം. ഈ സത്യമാണ് ചെറുപ്പക്കാരുടെ മേൽ രാഷ്ട്രീയ ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഉറച്ചുവെക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. ആ ശ്രമത്തിലും BJP കോൺഗ്രസിന്റെ കൂട്ടാളിയാണ്. ക്യാച്ച് ചെയ്യുമ്പോൾ ആ ശ്രമത്തിലും BJP കോൺഗ്രസിന്റെ കൂട്ടാളിയാണ്. സർക്കാരിന്റെ തീരുമാനങ്ങളും നയങ്ങളും ഇന്നലെയാണ് അൺഎയ്ഡഡ് ലെവലുകളിലെ 10 സ്കൂളുകൾ എയ്ഡാക്കി മാറിയത്. അങ്ങനെ മാറിയ വഴി ആ സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക കേന്ദ്രങ്ങൾ ഈ ചെറുപ്പ താല്പര്യങ്ങൾ പരിരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സർക്കാരിന്റെ പുറത്തുള്ള ഏജൻസികളെല്ലാം സ്വകാര്യ മേഖലയും അടക്കമുള്ള എല്ലാ നിലകളിലും ഗവൺമെന്റ് ഊന്നൽ. ആ ഊന്നൽ സംസ്ഥാന വികസനത്തിന്റെയും പുരോഗതിയുടെയും ഊന്നലാണ്. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് തന്നെ കാണുന്നത് ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. വരാൻ പോകുന്ന മലയോര ഹൈവേ ഈ സർക്കാരിന്റെ ഒരു മുഖ്യ പരിഗണനാ വിഷയമാണ്. തീരദേശ ഹൈവേ, വാട്ടർവേ, എയർപോർട്ട്, റെയിൽവേ ഓരോന്നും നോക്കുക. അതെല്ലാം വികസനത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കേരളത്തെ കൂട്ടിക്കൊണ്ടു എന്ന് മാത്രമല്ല, അതെല്ലാം ഓരോ രംഗത്തും ആയിരക്കണക്കായ പുതിയ പുതിയ തൊഴിലവസരങ്ങളുണ്ട്. കായികമായ, മാനസികമായ, ഭൗതികമായ അധ്വാന മേഖലയിൽ ആയിരങ്ങൾക്ക് പണി കൊടുക്കാൻ കൂടി ഉതകുന്ന കാര്യമായിട്ടാണ് ഗവൺമെന്റ് തന്നെ കാണുന്നത്. ആ എല്ലാ വഴിക്കും ചെറുപ്പക്കാരന്റെ തൊഴിലിനുകളുടെ കാത്തിരിപ്പിന്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ത്യയിൽ. ആ ഗവൺമെന്റിന് കേരളത്തിലെ ചെറുപ്പക്കാർ ആ അർത്ഥത്തിൽ കാണണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. അക്കത്തരാണ് ഞങ്ങൾ അവരോട് സമ്മതിക്കുന്നുണ്ട്. ഇതാ സമ്മതിക്കുന്നത് അവരെ ശത്രുക്കളായി കണ്ടുകൊണ്ടല്ല, അവരുടെ കാത്തിരിപ്പിന് മാനിച്ചുകൊണ്ടാണ്, തീർച്ചയെ മാനിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ വിഷയങ്ങളിലെല്ലാം തൊഴിലിന്റെ ഗവൺമെന്റ് തൊഴിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ വഴികളും അറിയാൻ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി വീണ്ടും വ്യക്തമാക്കി 10 കൊല്ലം തൊഴിലെടുത്തവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള തീരുമാനം കൈക്കൊള്ളപ്പോൾ PSCക്ക് മാറ്റിവെച്ച ഊർജ്ജ മേഖലയിൽ നിർത്താതിരിക്കാൻ
ജാഗ്രത പാലിച്ചിട്ടുണ്ട്. ഈ 10 കൊല്ലം വിലയെടുത്തവരാരാണ്? അവരെല്ലാം ഈ ചെറുപ്പത്തിൽ ചേട്ടന്മാരാണ്, അമ്മാവന്മാരാണ്, ബന്ധുക്കളാണ്, സഹോദരങ്ങളാണ്. അവരെല്ലാം 10 കൊല്ലം ഒരിടത്ത് തുച്ഛമായ കൂലിക്ക് വിലയെടുത്ത ഒരുപാട് പേർ ഇനി അപേക്ഷ പോലും കൊടുക്കാനാകാത്ത പ്രായമൊക്കെയാണ്. അവരെ സ്ഥിരപ്പെടുത്താനുള്ള നിയമപരമായ തീരുമാനം സർക്കാർ തീരുമാനം കൈക്കൊള്ളുന്നു. അത് ഇവർക്കെതിരായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി ആ മനുഷ്യരെ, ഈ ചെറുപ്പക്കാരെ പരസ്പരം ശത്രുക്കളാക്കി മാറ്റി തമ്മിലെടുപ്പിക്കുന്ന ആ രാഷ്ട്രീയം ഒറ്റവാക്കിൽ പറഞ്ഞാൽ ദൂരമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ദൂരമാണ്. ആ ദൂരമായ രാഷ്ട്രീയത്തിന്റെ വഴിയിൽ നിന്ന് മാറാൻ കോൺഗ്രസിനാകില്ല, BJPക്കാകില്ല, UDF-നാകില്ല. പക്ഷെ ആ ദൂരമായ രാഷ്ട്രീയത്തിന്റെ ഇരയാക്കിയോ ഉപകരണമാക്കിയോ കളിപ്പാവയാക്കിയോ തങ്ങളെ മാറ്റാൻ UDF-ഉം BJP ശ്രമിക്കുമ്പോൾ ആ ശബ്ദത്തിന്റെ കയ്യിൽ ഒരു ഉപാധിയായി മാറാൻ, ഉപകരണമായി മാറാൻ തങ്ങൾ തയ്യാറാക്കണമെന്ന് ചിന്തിക്കണമെന്നും എല്ലാ സ്നേഹത്തോടും കൂടി ഞങ്ങൾ ആ യുവാക്കളോടെല്ലാം ഗവൺമെന്റ് എല്ലാ വഴിക്കും ഇതിന്റെ പ്രശ്നത്തിന്റെ യാഥാർത്ഥ്യപ്പെടുത്തിക്കൊണ്ട് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന ഗവൺമെന്റ്, LDF ഗവൺമെന്റ് എല്ലാവരുടെയും ഗവൺമെന്റ്, ന്യായമായ എല്ലാ കാത്തിരിപ്പിനും ഉത്തരം ചൂണ്ടിക്കാണിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഗവൺമെന്റ്. ആ വഴിക്ക് 5 കൊല്ലക്കാലം ഫലപ്രദമായി മുന്നേറിയ ഗവൺമെന്റ്. പറഞ്ഞ വാഗ്ദാനങ്ങളിൽ അത് 60 എണ്ണമുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും ഇതിനോടകം തന്നെ നടപ്പിലാക്കിയ ഗവൺമെന്റ്. ബാക്കിയുള്ളവ എത്രയും വേഗം നടപ്പിലാക്കാനായി ഇനിയുള്ള ദിവസങ്ങൾ മാറ്റിവെക്കാനായി രാവും പകലും പ്രവർത്തിക്കുന്ന ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന് യുവാക്കളെപ്പറ്റി, നാടിനെപ്പറ്റി, കൃഷിക്കാരെപ്പറ്റി, തൊഴിലാളിയെപ്പറ്റി, പുരോഗതിയെപ്പറ്റി, വികസനം എന്നാൽ നാടിന്റെ വികസനമാണ്, പുരോഗതി എന്നാൽ മനുഷ്യന്റെ ജീവിത പുരോഗതിയാണ് എന്നറിഞ്ഞുകൊണ്ട് പണത്തിന്റെയും പണക്കാരുടെയും മാത്രം വഹിക്കുന്ന സർക്കാരല്ലാതെ ജനങ്ങളെ ആകെ വികസന പാതയിലേക്ക് കൊണ്ടുപോകുന്ന ഗവൺമെന്റിന്റെ കരങ്ങൾക്ക് ശുദ്ധിപ്പെട്ടാൻ വേണ്ടി രാജ്യഭാഗത്തെ ശ്രമങ്ങളുടെ എല്ലാ മുന്നണികളിലും ഞങ്ങൾ ജാതിയെ കാണും. എവിടെയും ജാതിയോട് സമൂഹബാധ കാണിച്ച ആ താല്പര്യത്തിന്റെ ആഴമറിയാൻ ഇവർക്കെല്ലാം സ്വാഗതം. എവിടെയും വരാം, അവിടെ എല്ലാവരും അക്ഷരമാക്കി. ഇതാണ് ഇത് പറയാനുള്ളത്. ഇവിടെ പറഞ്ഞതുപോലെ വികസിത കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ തുടർ ഭരണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രതിഭാസം പോലെ കേരളത്തിൽ LDF 5 കൊല്ലം ഭരിച്ചാൽ പിന്നെ 5 കൊല്ലം കഴിഞ്ഞാൽ LDF എന്നുള്ള ഒരു പൊതുവായ ധാരണ കേരളത്തിലെ ജനങ്ങളിൽ കുറേ കാലമായിട്ട് സക്രിയമായി സ്വാധീനിച്ചു. അങ്ങനെ ജാഥ വളരെ സജീവമായി കൈകാര്യം ചെയ്ത ഒരു ഭാഗം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യം ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ കഴിയുന്ന ജനങ്ങളുടെ മനസ്സിലാവുന്നു. മതനിരപേക്ഷ ഇന്ത്യ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, BJPക്കാർ പറയുന്നത് എല്ലാവർക്കും അത് കേൾക്കുന്നു. മതനിരപേക്ഷതയെ സംരക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയായിട്ട് ഞങ്ങൾ മുന്നോട്ട് കോൺഗ്രസുകാർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJPയുടെ മുദ്രാവാക്യം തന്നെ കോൺഗ്രസ്
വിമുക്ത ഇന്ത്യ എന്നാണ്. അതിപ്പോൾ മണിപ്പൂരിൽ മനസ്സിലായിട്ട്, കർണാടകയിൽ മനസ്സിലായിട്ടുണ്ട്, അതേപോലെ ഗോവയിൽ മനസ്സിലായിട്ടുണ്ട്, ഇവിടെ ഏറ്റവും അവസാനം മോദിക്ക് മനസ്സിലായിട്ടുണ്ട്. മോദിക്ക് ഇപ്പോൾ BJP ചേക്കേറിയിട്ടുള്ള കോൺഗ്രസ് MLA സംബന്ധിച്ചുള്ള വാർത്തകൾ ഏതാണ്ട് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. ഗവൺമെന്റ് യഥാർത്ഥത്തിൽ നമുക്ക് പോകാൻ കഴിയാത്ത ഒരവസ്ഥ കൂടി വരാൻ പറ്റും. ഞാൻ പറയുന്നത് എവിടെ കോൺഗ്രസുകാർ ഇപ്പോൾ അധികാരത്തിൽ വരുന്നു അവിടെയെല്ലാം BJP ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കുകയാണ് കോൺഗ്രസിന്റെ ഉദാഹരണമായിട്ടാണ് മണിപ്പൂരിലെയും ഗോവയെയും പുതുച്ചേരിയും കർണാടകത്തെയും എല്ലാം അതിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൃദു ഹിന്ദുത്വ നിലപാട് ചെയ്ത് നമുക്ക് വർഗീയതയെ പ്രതിരോധിക്കാനാവില്ല. അപ്പോൾ മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും വർഗീയതക്കെതിരായിട്ടുള്ള അതിപ്പോ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല ധാരണയുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് കേരളമാണ് ഇടതുപക്ഷ ജനാധിപത്യ എന്ന രീതിയിൽ ഇന്ത്യയിലെ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു പല സംവിധാനം എന്ന രീതിയിൽ അതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 4-4 വർഷക്കാലം നടത്തിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ വലിയ രീതിയിലുള്ള ജനകീയ അംഗീകാരമാണ് നേടിയിട്ടുള്ളത്. കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ കേരളത്തിലെ ഗവൺമെന്റിനെ മുഖ്യമന്ത്രിയെ അംഗീകരിക്കുന്നതിനുള്ള എല്ലാം ഉണ്ടായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചത് വടക്കൻ മേഖലാ ജാഥ ഉദ്ഘാടനം ചെയ്ത് സഹോദരങ്ങളായി തന്നെ സാധിച്ചതുപോലെ കേരളത്തിലെ ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടർ കൊടുത്ത് ജനാധിപത്യത്തെ സഹായിച്ചത്. കേരളം വളരെ വികസന മേഖലയിൽ വളരെ ശുഷ്കമായ സാമ്പത്തിക ശേഷി മാത്രമുള്ള കേരളത്തിലെ ഗവൺമെന്റിന് മേഖലയിൽ കേരളത്തിൽ ഉൾപ്പെടെ ഫണ്ട് ശേഖരിച്ച് കിഫ്ബി വഴി ചെലവാക്കാനായി 60,000 രൂപയുടെ പദ്ധതികൾ 172 പ്രോജക്റ്റുകൾ ഇതിനകം തന്നെ നവകേരള സൃഷ്ടിക്കായി വീണ്ടും ഇടതുപക്ഷം. പശ്ചാത്തല വികസനത്തിൽ അന്തർദേശീയ നിലപാട്, മാനവിക വികസനത്തിന് മനുഷ്യത്വം. ഇത് രണ്ടും സമന്വയിപ്പിക്കുന്ന കേരള വികസനമാകുക. ഭാരതത്തിന് ആകെ മാതൃക സഖാവ് പിണറായി വിജയന്റെ ജനകീയ സർക്കാരിന്റെ സുവർണ നേട്ടങ്ങളുമായി ജനമനസ്സുകളിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ജനനായകൻ സമുന്നതനായ നേതാവ് സഖാവ് ബിനോയ് വിശ്വം എന്നിവരിലുള്ള വികസന മുന്നേറ്റ ജാഥ ഫെബ്രുവരി 14 എറണാകുളം തിങ്ങി നിറയുന്ന ജനങ്ങളിൽ നിന്ന് ഈ ഗുലാബിന്റെ ഭീകരി മന്ത്രം ഇടിമുഴക്കമായി ഉയരുമ്പോൾ പണിയെടുക്കുന്നവർക്ക് ഒപ്പം തോളോട് തോൾ ചേർന്ന് നിരാലംബർക്കും അശരണർക്കും ആനന്ദഹീനർക്കും കൈത്താങ്ങായി വിശ്വവർഗത്തിന്റെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന സർക്കാരും സർക്കാരിനൊപ്പം നിൽക്കുന്ന ജനങ്ങളുമാണ് ഇന്ന് കേരളത്തിൽ.
കഴിഞ്ഞ 4.25 വർഷമായി കേരള സർക്കാർ ജനങ്ങൾക്ക് ഉണ്ടായ എല്ലാ പ്രതിസന്ധികളിലും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് താങ്ങും തണലുമായി ആ പ്രളയമുണ്ടായപ്പോഴും നിപ്പ വന്നപ്പോഴും കോവിഡ് കാലഘട്ടത്തിലും എല്ലാം ജനങ്ങളുടെ ഭീതി അകറ്റുവാൻ, ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ, അതിഥി തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഈ സർക്കാർ ചെയ്ത നടപടികൾ ജനങ്ങളുടെ മനസ്സിലുണ്ട്. കർഷകരോടും വളരെ താല്പര്യപൂർവ്വം പ്രതികരിച്ച സർക്കാരാണ്. കാർഷിക മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാക്കി ഈ സർക്കാർ. കേരളത്തിലെ റബ്ബർ കർഷകർ അനേക വർഷങ്ങളായി നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് റബ്ബറിന്റെ വിലയിൽ. ബഹുമാനായ കെ മാണി സാർ കൊണ്ടുവന്ന 150 രൂപയുടെ വിലസ്ഥിരത ഫണ്ട് അന്ന് റബ്ബറിന് 1 കിലോയ്ക്ക് 75 രൂപയിലേക്ക് വില താഴ്ത്തുമ്പോൾ കൊണ്ടുവന്നു. ഇപ്പോൾ റബ്ബറിന് 150 രൂപയ്ക്ക് അടുത്ത് വില കിട്ടുന്നു. റബ്ബറിന്റെ ഉൽപാദന ചെലവ് 172 രൂപയാണ് 1 കിലോയ്ക്ക് റബ്ബർ ബോർഡിന്റെ കണക്ക്. ആദരണീയനായ ഡോക്ടർ സ്വാമിനാഥന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏത് കാർഷിക മേഖലയിലുള്ള കർഷകനും അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് 1.5 ഇരട്ടി വില, ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടി വില. അതുകൊണ്ട് തന്നെ ഞങ്ങള് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ള റബ്ബറിന് 200 രൂപയ്ക്ക് മുകളിൽ വില ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ഈ സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു 1 കിലോ റബ്ബറിന് 170 രൂപ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. നടപ്പാക്കാൻ പോവുകയാണ്. ദീർഘകാലമായി ഉണ്ടായിരുന്ന ഒരു ആവശ്യമായിരുന്നു സംഭരണ ഇതര വിഭാഗങ്ങൾക്ക് സംഭരണം ലഭ്യമാക്കുവാനുള്ള. സംഭരണ ഇതര വിഭാഗങ്ങളിലെ സാമ്പത്തികമായി ദുരിതമനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക്, ജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുകയായിരുന്നു. പാർലമെന്റ് നിയമം പാസാക്കിയെങ്കിലും ഇന്ത്യയിലെ പല സർക്കാരുകളും, ഒരു സർക്കാരും തന്നെ ഈ നയം പ്രാവർത്തികമാക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇപ്പോഴത്തെ LDF സർക്കാർ അതിന് തയ്യാറാണ്. ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനത്തിലും എന്നും അവർക്കൊപ്പമാണ് ഇന്നത്തെ LDF സർക്കാർ. അതിന് തെളിവാണ് കുറേ കാലമായിട്ട് ആവശ്യപ്പെട്ടിരുന്നതാണ് സന്യസ്തരായ സന്യാസ സമൂഹങ്ങൾക്ക് അതിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് റേഷൻ കാർഡ്, അവർക്കൊരു ഐഡന്റിറ്റി കിട്ടാനുള്ള മാർഗമാണ് റേഷൻ കാർഡ്. അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ആ ആവശ്യം വളരെ കാലമായി നിലനിൽക്കുന്നതാണ്. അത് ഈ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനകീയ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന, നാടിന്റെ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു സർക്കാർ. ഇവിടെ ബഹുമാനിയായ നേതാക്കന്മാർ രണ്ടുപേരും സൂചിപ്പിച്ചു. വികസന കാര്യത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായി. നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള ഒരു മാറ്റം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിന് മാറ്റം വന്ന് ഇന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് തങ്ങളുടെ മക്കളെ അയക്കാൻ രക്ഷകർത്താക്കൾ താല്പര്യം കാണിക്കുകയും കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ മാത്രം ഏതാണ്ട് 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതും കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം ചൂണ്ടിക്കാണിക്കുന്നതും ജനങ്ങളോടൊപ്പം ഏത് ഭരണം നിൽക്കുന്നുവോ ആ ഭരണാധികാരികളോടൊപ്പം, ആ മുന്നണിയോടൊപ്പം, ആ ഗവൺമെന്റിനോടൊപ്പം ജനങ്ങളുമുണ്ടായിരുന്ന
അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 43 ദിവസമായി നടക്കുന്ന LDFന്റെ ഈ യാത്ര ജനങ്ങൾ വളരെ ഈ ഉദ്യോഗാർത്ഥികളുടെ വിഷയത്തിൽ സർക്കാർ കൂടെ കൂടി തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായിട്ടല്ലോ സർക്കാർ ഒരിക്കലും നന്നതാണെന്നല്ല വൈരാഗ്യം നന്നതല്ല ശത്രുതാപരമല്ല. മാത്രമാണ് അവരുടെ ചർച്ച നടത്തിയത്. അർത്ഥം രോഗം ഇനി ഉണ്ടാകുന്നതാണ്. എല്ലാവരും ശ്രമിക്കില്ല. ഗവൺമെന്റ് ഇല്ല. ഗവൺമെന്റ് ഇല്ല. ഇല്ല. ഗവൺമെന്റ് ഇല്ല. വൈരാഗ്യമില്ല. പ്രധാനപ്പെട്ടത് 6 മാസത്തേക്ക് ഈ യാക്കോബായ വിഭാഗത്തിന്റെ ചർച്ച ചെയ്യപ്പെടുമോ? ഞങ്ങൾ എല്ലാവരോടും കാണിക്കുന്നത് ഒരു പ്രശ്ന തെറ്റാറ്റിന്റെ സമീപനമാണ്. യാക്കോബായ വിഭാഗത്തോട് ഞങ്ങൾക്കുള്ളത് അതുതന്നെയാണ്. ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്, ഡയലോഗിന്റെ മാർഗം, പരസ്പരം പ്രശ്നങ്ങൾ തുറന്നപ്പോടെ പറയുക, സർക്കാരിന്റെ വഴികൾ കൂട്ടായിട്ട് ആരംഭിക്കും. അതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് കൊടുക്കണം. ഈ യാക്കോബായുടെ ആവശ്യപ്പെടുന്ന നിയമനിർമ്മാണത്തിന് LDF അല്ലെങ്കിൽ സർക്കാർ തയ്യാറാകും. ഇപ്പോൾ ഞങ്ങളൊരു പക്ഷെ എല്ലാ വഴികളും പറയുമ്പോഴത്തേക്ക് എല്ലാവരും